സർ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ദീർഘകാലമായിട്ടുള്ള ഒരു തർക്കമാണ് തീസ്ത നദിയുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ ഒരു പുതിയ സംഭവവികാസം ഉണ്ടായിരിക്കുന്നത് ചൈനയുമായിട്ട് തീസ്തയുടെ നദീജലത്തിനെ പങ്കുവയ്ക്കുന്നതിനുള്ള ഒരു കരാറിലേക്ക് ബംഗ്ലാദേശ് പോകുന്നു. ഇന്ത്യയുമായിട്ട് വലിയ കോൺഫ്ലിക്റ്റിൽ നിലനിൽക്കുന്ന സമയത്താണ് ബംഗ്ലാദേശിൻ്റെ ഈ മൂവ് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇത് 50 കൊല്ലത്തേക്ക് തീസ്ത നദിയിലെ വെള്ളം ചൈനയുമായി പങ്കിടാൻ, അതായത് ഈ റിവർ മാനേജ്മെൻറ്റ് മുഴുവൻ ഇനി ചൈനയായിരിക്കും ചെയ്യുക. തീസ്ത നദി എന്നുള്ളത്, ഇത് 2 ആഴ്ച മുമ്പ് ചൈനയിൽ പോയിരുന്നു യൂനുസ്. അപ്പം തന്നെ ഈ കരാറിനെ പറ്റി അവിടെ സംസാരിച്ചതായിട്ട് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിരുന്നതാണ്. മാത്രമല്ല, നമുക്ക് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് മംഗള, അവിടുത്തെ തുറമുഖം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തന്നിരുന്നതാണ്. ഈ മംഗള തുറമുഖവും, ഇപ്പം ചിറ്റഗോങ് ഓൾറെഡി ചൈനയുടെ കയ്യിലാണ്. മംഗള തുറമുഖവും ചൈനയ്ക്ക് നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്തതാണ് മംഗള തുറമുഖത്ത്. അത് ചൈനയ്ക്ക് കൊടുക്കുന്നതായിട്ടും ആ ചർച്ചകളിൽ മംഗള തുറമുഖത്തിൻ്റെ പേരും വന്നിരുന്നു. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിലേക്ക് പോയി ഈ ഉറപ്പൊക്കെ കൊടുത്ത ശേഷം ഇന്നലെ മുഹമ്മദ് യൂനുസ്, അവിടുത്തെ പ്രധാനമന്ത്രി ഒന്നുമല്ല, ഇപ്പോഴത്തെ മുഖ്യോപദേശി എന്ന് പറയാം, അപ്പോൾ അദ്ദേഹം ചൈനയുടെ സ്ഥാനപതി യാവോ വെന്നിനെ ഇന്നലെ ജമുന ഗസ്റ്റ് ഹൗസിൽ, അവിടുത്തെ രാജ്യത്തിൻ്റെ ഗസ്റ്റ് ഹൗസാണ്, അവിടെ വിളിച്ചു വരുത്തി കണ്ടു. അപ്പോൾ അതിൽ പറയുന്നത്, ഈ 50 വർഷത്തേക്ക് ഈ തീസ്ത നദി ജലം ചൈനയുമായി പങ്കിടുന്നതിൻ്റെ കരാറിൻ്റെ ഏതാണ്ട് അന്തിമ രൂപത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഇത് ശരിക്കും ഇന്ത്യയുടെ നേർക്കുള്ള വെല്ലുവിളിയാണിത്. ബംഗ്ലാദേശ് കുറേ നാളായി ഇന്ത്യ ഇങ്ങനെ അതിർത്തിയിലും അല്ലാതെയും ഒക്കെ ചൊറിഞ്ഞ് തുടങ്ങിയിട്ട്. കാരണം പാകിസ്ഥാൻ്റെ ISI, ഇൻ്റർ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് ചാരസംഘടന, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ധാക്കയിൽ വന്നിരുന്നു. അവർ നമ്മുടെ ഏതാണ്ട് ഈ സിലിഗുരി കോറിഡോർ കാണാവുന്ന അത്രയും ദൂരം ധാക്കയിൽ നിന്ന് അവിടം വരെ സഞ്ചരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിൽ നിന്നാണ് നമുക്ക് ആകെ നോർത്ത് ഈസ്റ്റിലേക്ക്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ പറ്റുന്നത്. ഒരു ചിക്കൻ നെക്ക് ചെറിയ ഒരു കോഴിക്കഴുത്ത് പോലൊരു ഭാഗം ഉണ്ട് അതിൻ്റെ അകത്ത്. അതുവഴി ബംഗാളിലെ ഈ സിലിഗുരി കോറിഡോർ വഴി മാത്രമേ നോർത്ത് ഈസ്റ്റിലേക്ക് നമുക്ക് കരമാർഗമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മ്യാൻമർ വഴി വേറൊരു പാത ഇപ്പോൾ ഉണ്ടാക്കി വരികയായിരുന്നു. അപ്പോഴാണ് അവിടെ കലാപമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായിട്ട് ചേർന്നും ചൈനയുമായിട്ട് ചേർന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ തീസ്ത നദി കൂടുതലും ഒഴുകുന്നത് ഇന്ത്യയിലാണ്, ബംഗ്ലാദേശിലല്ല. ഈ ഇന്ത്യയിൽ 305 കിലോമീറ്റർ തീസ്ത നദി ഒഴുകുന്നുണ്ട്. 109 കിലോമീറ്റർ മാത്രമാണ് ബംഗ്ലാദേശിൽ അതുള്ളത്. ഇത് കിഴക്കൻ ആകെ 414 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒഴുക്ക്. കിഴക്കൻ ഹിമാലയത്തിലെ പഹുൻറി മലയിലാണ് ഇതിൻ്റെ ഉത്ഭവിച്ചിട്ട് സിക്കിമിലെ പ്രധാനപ്പെട്ട പുഴയാണ് ഈ തീസ്ത. നമ്മുടെ സംസ്ഥാനമാണല്ലോ സിക്കിം. അത് കഴിഞ്ഞ് പശ്ചിമ ബംഗാൾ, അത് കഴിഞ്ഞ് ബംഗ്ലാദേശിലേക്ക് രംഗ്പൂർ വഴി ഒഴുകുന്നു. ബംഗ്ലാദേശിലെ ജമുന നദിയിൽ ലയിച്ച് ഏറ്റവും ഒടുവിൽ ബംഗാൾ ഉൾക്കടലിലെത്തുന്നു. ഇങ്ങനെയാണ് ഈ തീസ്ത നദിയുടെ പോക്ക്. അപ്പോൾ 305 കിലോമീറ്റർ ഇന്ത്യയിലാണ്, സിക്കിമിലെ പ്രധാനപ്പെട്ട പുഴയുമാണ് തീസ്ത. 109 കിലോമീറ്ററേ ബംഗ്ലാദേശിലുള്ളൂ. സിക്കിമിലെ വലിയ പുഴ മാത്രമല്ല, പശ്ചിമ ബംഗാളിൽ ഗംഗ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുഴ, രണ്ടാമത്തെ വലിയ പുഴയാണ് തീസ്ത പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചു. അപ്പോൾ സത്യത്തിൽ നമ്മളുടെ ഒരു പുഴയിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ട് ചൈനയിലേക്ക് കൊടുക്കുന്ന പരിപാടിയിലേക്കാണ്, ഒരു തുരപ്പൻ പദ്ധതി ആണ് ഈ ബംഗ്ലാദേശ് ചെയ്യാൻ പോകുന്നത്. അത് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് അവിടെ ഒഴുകുന്ന തീസ്ത, അത്രയും ഭാഗത്തു നിന്നുള്ള വെള്ളം കൂടി നമ്മളുമായിട്ട് പങ്കിടുന്ന ഒരു പദ്ധതി ആലോചിച്ചിരുന്നതാണ്. 2011 ചൈനയുമായിട്ട് ഒരു പദ്ധതി
ഈ ആലോചിച്ചപ്പോൾ ഇന്ത്യക്ക് അതിൽ ഉത്കണ്ഠയുണ്ട് എന്നുള്ളത് കണ്ടിട്ട് അത് ബംഗ്ലാദേശ് വേണ്ടെന്ന് വെച്ചതുമാണ് ഈ ഷെയറിംഗ് പ്രോജക്റ്റ്. അതാണ് വീണ്ടും പൊടി തട്ടിയെടുത്ത് ചൈനയുമായിട്ട് ഒരിക്കൽ വേണ്ടെന്ന് വെച്ചതാണ് ബംഗ്ലാദേശ്. ഇന്ത്യക്ക് എന്ത് തോന്നുന്നു കരുതിയിട്ട് അത് പൊടി തട്ടി എടുത്തിട്ട് വീണ്ടും നടപ്പാക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഭീകരത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഇപ്പോൾ മാംഗോ ഡിപ്ലോമസി എന്നും റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഈ ചൈനീസ് സ്ഥാനപതിയോട് യൂനിസ് പറഞ്ഞു, ഞാനൊരു കുട്ട പുത്തൻ മാങ്ങകൾ പ്രസിഡന്റ് ഷീക്ക് അയക്കാം എന്ന് പറഞ്ഞു. ഈ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കിട്ടൊരു കുത്തുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 70 വർഷം മുമ്പ് ഇന്ത്യ ചൈനയുമായിട്ട് നയതന്ത്ര ബന്ധം തുടങ്ങിയത് 8 മാവിൻ തൈകൾ അയച്ചു കൊടുത്തുകൊണ്ടാണ്. 8 മാവിൻ തൈകൾ ചൈനയ്ക്ക് കൊടുക്കുക. അവിടെ അങ്ങനെ മാവുകളുണ്ടെന്ന് തോന്നുന്നില്ല, ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഈ പ്രത്യേകിച്ച് മാവുണ്ടോ എന്നുള്ളത് നോക്കിയില്ല. അപ്പോൾ നമ്മൾ 8 മാവിൻ തൈകൾ 70 കൊല്ലം മുമ്പ് കൊടുത്തു. ഇപ്പം ഞാനൊരു കൊട്ട മാങ്ങ കൊടുത്തയക്കാം ഷീക്ക് എന്ന് പറയുമ്പോൾ നമുക്കിട്ട് കുത്തിയതാണ്. അത് കഴിഞ്ഞ് 1968 പാകിസ്ഥാനും ഇങ്ങനെ മാങ്ങ അയക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു ചൈനയ്ക്ക്. പാകിസ്ഥാൻ മാങ്ങ അയച്ചത് ഉറച്ചു. നമ്മൾ പക്ഷെ അവരുമായിട്ട് ശത്രുതയിലാണല്ലോ വന്നത്. അതെ, അതുപോലെ തന്നെ ഈ മാങ്ങ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ നട്ട് നനച്ച് ഇത്രയും നാൾ പരിപാലിച്ച ബംഗ്ലാദേശ്, ഇന്ത്യയാണ് അതിന് രൂപം കൊടുക്കുന്നത് തന്നെ. 1971 അവരെ സ്വതന്ത്രമാക്കുകയും അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം മോചിപ്പിക്കുകയും ഒരുപാട് സഹായങ്ങൾ നിരന്തരമായി ചെയ്യുകയും കൈയച്ച് ഇന്ത്യ സഹായിച്ചിട്ടുള്ള രാജ്യമാണ്. ഇന്ത്യ നൽകിയ നട്ടമാവിൽ നിന്ന് അതിൻ്റെ ഫലമെടുത്ത് ഇന്ത്യയുടെ ശത്രുവിന് കൊടുക്കുക എന്ന് പറയുന്ന നിലപാടിലേക്ക് ബംഗ്ലാദേശ് പോവുക എന്നുള്ളതാണ്. ഹിന്ദു വംശഹത്യ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതെ, അപ്പോൾ ഇന്ത്യ ഞങ്ങൾക്ക് വേണ്ടി നട്ട് നനച്ച് ഈ ബലപുഷ്ടിയൊക്കെ വരുത്തിയ ഈ സ്ഥലത്തിൻ്റെ വെള്ളവും ഫലങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞങ്ങൾ ഒരു കൊട്ട മാങ്ങ ഷീക്ക് കൊടുത്തയക്കാം എന്ന് പറയുമ്പോൾ, അപ്പോൾ മാത്രമല്ല ഈ ചൈനയിലേക്ക് പോയി വന്നിട്ട് ഇയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശാണ് ഓൺലി ഗാർഡിയൻ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞു. ഇന്ത്യ സമുദ്രത്തിൻ്റെ കാവൽക്കാർ, കസ്റ്റോഡിയൻസ് ഞങ്ങളാണ് സംരക്ഷകർ എന്നാണ് പറഞ്ഞത്. ഇന്ത്യ സമുദ്രം ഞങ്ങളുടെ വകയാണെന്ന്. നോർത്ത് ഈസ്റ്റിലെ ഈ സപ്ത സഹോദരിമാർ എന്ന് പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഇത് മുഴുവൻ ലാൻഡ് ലോക്ക്ഡാണ് എന്നും അന്ന് യൂനിസ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലേക്ക് ചൈനയ്ക്ക് കടന്നു കയറണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ സമുദ്രം ഞങ്ങൾ താവളം തരാം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ കര മാത്രമേ ഉള്ളൂ, അവിടെ പുഴകളില്ല. പുഴ എൻ്റെ ഭാഗത്താണ്, ഇന്ത്യ മഹാസമുദ്രം, അതിൽ നിങ്ങൾക്ക് താവളം തരാമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർത്ത് ഈസ്റ്റിനെ നിങ്ങളുടെ കയ്യിലെടുക്കാം എന്ന് ചൈനയോട് പറയുന്ന പോലത്തെ വർത്താനാണ് അയാൾ ചൈനയിൽ പോയി വന്ന ശേഷം പറയുന്നത്. ഇങ്ങനെ ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയാൾ. അപ്പോൾ ഇത് ഇന്ത്യക്ക് വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്നൊരു സംഭവവികാസമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. 2011 ഈ ജലകരാർ ഉണ്ടാകാതിരുന്നത് ഇന്ത്യ ഇടപെട്ടിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീലങ്ക ട്രിങ്കോമാലിയിൽ ചൈനയുമായിട്ടുള്ളൊരു സൈനികാഭ്യാസം വേണ്ടെന്ന് വെച്ചു, റദ്ദാക്കി. ഇന്ത്യ ഇടപെട്ടിട്ടാണ് അത് സൈനികാഭ്യാസം, നേവൽ അഭ്യാസം വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ശ്രീലങ്ക അനുസരിക്കുന്നുണ്ട്, ബംഗ്ലാദേശ് അതല്ല, നമ്മളെ ഒരു ശത്രു നിലയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹസീന $1 ബില്യൺ പദ്ധതി ചൈനയുമായി എന്ന് ആലോചിച്ചിരുന്നു ഈ തീസ്ത നദിയുമായി ബന്ധപ്പെട്ട്. പുഴയെ മാറ്റിമറിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ആ പുഴയിൽ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വരൾച്ച വരും, ഇവിടെ വെള്ളപ്പൊക്കം വരും. അതാണ് പ്രശ്നം. ഇപ്പം ബ്രഹ്മപുത്രയിൽ ടിബറ്റിൻ്റെ ഭാഗത്ത് അരുണാചൽ പ്രദേശിൻ്റെ അപ്പുറത്ത് ചൈന കുറേ കാര്യങ്ങൾ 5 ഡാമുകൾ പണിയുന്നുണ്ടല്ലോ നമുക്ക് പണി തരാൻ വേണ്ടി. നമ്മൾ ഡാം പണിയുമ്പോൾ അവിടെ പരിസ്ഥിതി മൗലികവാദികൾ പ്രശ്നം ഉണ്ടാക്കുന്നുമുണ്ട്. അരുണാചൽ പ്രദേശിൽ ചൈന സ്പോൺസർ ചെയ്യുന്ന പരിസ്ഥിതി മൗലികവാദികൾ. പിന്നെ ഇയാൾ വേറെ കുറേ പരിപാടികളുമൊക്കെ ആയിട്ട് ചൈനയിൽ, ഇപ്പോൾ ഈ ബംഗ്ലാദേശികൾ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്കൊക്കെ വന്നിരുന്നത് ഇന്ത്യയിലാണ്. ഇപ്പോൾ അയാൾ ചൈനയുമായിട്ട് അതിനുവേണ്ടി കരാർ ഒപ്പിടുക, വിസയ്ക്കൊക്കെ വേണ്ടിയിട്ട്. ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും നിർത്തും എന്നുള്ളതുകൊണ്ടാണ്. കാരണം 2 ആഴ്ച മുമ്പ് ട്രാൻസ്ഷിപ്മെൻറ്റ് ഫെസിലിറ്റീസ്, ഇവിടെ തുറമുഖങ്ങൾ
അത് നമ്മൾ അവസാനിപ്പിച്ചല്ലോ. അതെ. ഡൽഹി, ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് നമ്മൾ അവസാനിപ്പിച്ചിരുന്നു. അവരുടെ ചരക്കുകൾക്ക് നമ്മുടെ ഭൂമി കൊടുക്കുന്നില്ല, അയക്കാൻ വേണ്ടി കയറ്റി അയക്കാൻ നമ്മൾ കൊടുക്കുന്നില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു. പിന്നെ അപ്പോൾ അവരെന്ത് ചെയ്തു? ബംഗ്ലാദേശ് 3 കരത്തുറമുഖങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തി. ബെനാപോലെ കസ്റ്റംസ് ഹൗസിൽ ഇന്ത്യയുടെ ഇറക്കുമതി രൂക്ഷമായിട്ട് പരിശോധിക്കാൻ തുടങ്ങി നമ്മുടെ ചരക്കുകൾ അവർ. പിന്നെ ഒരു 1000 കടക്കുകളിലൊരു ആശുപത്രി ബംഗ്ലാദേശിൽ പണിത് കൊടുക്കാമെന്ന് ചൈന ഏറ്റിട്ടുണ്ട്. ചിറ്റഗോങ്ങിൽ ഒരു ബേൺ യൂണിറ്റ്, എന്താണ് ഈ പൊള്ളൽ വരുമല്ലോ, അതിന് ചികിത്സ നടത്തുന്ന ഒരു യൂണിറ്റ് തുടങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഭീഷണിയായിട്ട് നമുക്ക് വെള്ളപ്പൊക്കവും വരൾച്ചയൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു പുഴയിൽ നിന്ന് അല്ലേ കൂടുതൽ ഇവിടെ ഒഴുകുന്ന ഒരു കരാറ് ചൈനയുമായിട്ട് 50 വർഷത്തെ കരാർ ഒപ്പിടാൻ പോകുന്നു. പാകിസ്ഥാനാകട്ടെ POKയുടെ ഭാഗത്തു നിന്ന് കുറേ സ്ഥലങ്ങൾ വില കൊടുത്തു നമ്മുടെ കയ്യിൽ നിന്ന് കട്ട് കൊണ്ടുപോയ സ്ഥലം പാട്ടത്തിന് കൊടുക്കാൻ പോകുന്നു ചൈനയ്ക്ക്. ഇങ്ങനെയാണ് നമ്മുടെ അയൽക്കാർ നമ്മുടെ ശത്രുക്കളായിട്ട് മാറുന്നത്. അപ്പോൾ ഇന്ത്യ വളരെ ജാഗ്രത പാലിക്കുക മാത്രമല്ല പ്രതിരോധം തീർക്കുകയും ചെയ്യേണ്ട കാലഘട്ടമാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.